നിനക്ക് 18 വയസ്സായി 20ആയി 21ആയി എന്ന് കരുതി യു വോണ്ട് ബിക്കം എ മാൻ. ബീയിങ് എ മാൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഏജ്. ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞുതരാം ടു ടേക്ക് യു ഫ്രം ബോയ്ഹുഡ് ടു മാൻഹുഡ്. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഇസ് ഇഷാം. ഞാൻ ഈ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്കൊരു 17-18 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ ഐ ഡിഡ്ന്റ് നോ ദിസ്. നൗ ഐ എം ഗോയിങ് ടു ബി 22. ഈ ഒരു 3-4 വർഷത്തെ ജേർണീൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ബുക്കുകളിൽ നിന്നും പോഡ്കാസ്റ്റുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. And in that journey, I have built a lean and aesthetic physique and a masculine mindset. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. I became physically stronger and also I can take care of my own expenses now. ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ബിഫോർ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഈസ് ഹാപ്പനിങ്. പണ്ട് കാലങ്ങളിൽ ആണുങ്ങൾക്ക് നാച്ചുറലി അറിയായിരുന്നു, നമ്മുടെ മുമ്പത്തെ ജനറേഷനുകൾക്കൊക്കെ നാച്ചുറലി അറിയായിരുന്നു എങ്ങനെയാണ് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഒരു മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പോലും അറിയായിരുന്നു. ബിക്കോസ് ദേ ലേൺഡ് ഫ്രം ദെയർ ഓൾഡർ ജനറേഷൻ. അതുപോലെ പാരൻസിൻ്റെ ഒക്കെ പോലും പഠിച്ചിരുന്നു. ബട്ട് റൈറ്റ് നൗ വി ആർ ബീയിങ് ബ്രെയിൻ വാഷ്ഡ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയോളജീസ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരിക്ക് ആൺകുട്ടികൾ അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ ബോയ്സ് ഇവരൊന്നും ഒരു സ്ഥലത്ത് പക്ക അടങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആൾക്കാരല്ല. അതുപോലെ തന്നെ ഫോളോ ദ അതോറിറ്റീസ്, മുകളിലുള്ള ആൾക്കാർ എപ്പോഴും ഫോളോ ചെയ്യുക, ഓലെപ്പോഴും അനുസരിക്കുക. അതുപോലെ തന്നെ ഡോണ്ട് മേക്ക് നോയ്സ്, ലെഗൊക്കെ ക്ലോസ് ആയിക്കാണ്ട് സിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു അടങ്ങി ഒതുങ്ങിയിരുന്ന് ബാക്കിയുള്ള പോലെ അനുസരിച്ച് ഇങ്ങനെ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ശരിക്ക് മാസ്കുലിൻ ബിഹേവിയർ എന്ന് പറയുന്നത്. കുറച്ചൊരു പൊട്ടിത്തെറിച്ച ബിഹേവിയറാണ്, അത് ഉണ്ടാവും ചെറിയ കുട്ടിയാകുമ്പോൾ. പിന്നീട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയും വർക്ക് പ്ലേസിലൂടെയും നമ്മളിങ്ങനെ ഓലെങ്ങനെ അനുസരിപ്പിച്ച് കൊണ്ടുപോകണം. അതായത് ഫസ്റ്റ് അവിടുന്ന് തൊട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മെയിൽ ടീച്ചേഴ്സ് വളരെയധികം കുറവാണ്. ആൺകുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുന്ന മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ആൺകുട്ടികൾ ഇങ്ങനെയായിരിക്കും, ഞങ്ങളും ചെറുപ്പത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന മെയിൽ ടീച്ചേഴ്സ് കുറവാണ്. പിന്നീട് മൂവീസ്, ആഡ്സ്, അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഷോസൊക്കെ. മൂവീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോഴത്തെ മൂവീസൊക്കെ അല്ലെ, വാഴയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പോൾ ആൺകുട്ടികളാവേണ്ടത് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ആ സിനിമയിലൊക്കെ കാണിക്കുന്നത്. അതുപോലെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ആണുങ്ങളെ അല്ലെങ്കിൽ അതിത്തൊരു ഹസ്ബൻഡ്, ആ ഒരു ഹൗസിലെ ലീഡിങ് റോള് ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി അവിടെ ആ ഒരു മൂവീസിൽ അല്ലെങ്കിൽ ആഡ്സിലൊക്കെ അധികം എന്തായിരിക്കും? വുമൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലത്തെ അമ്മയായിരിക്കും. പൈസ ഉണ്ടാക്കുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും മെയിൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ അധികം ഡംബായിട്ടുള്ള അച്ഛന്മാർ, അല്ലെങ്കിൽ എന്താ പറയുക, പൊട്ടന്മാരായിട്ടുള്ള അച്ഛന്മാർ ഓരോ എല്ലാം കേട്ട് അനുസരിച്ച് ഇങ്ങനെ പാവായി കാണാൻ നിൽക്കുന്ന രീതിയിലാണ് അധികം മൂവീസിലും അതുപോലെ ആഡ്സിലൊക്കെ ഇപ്പോൾ എന്താണ് ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വേറൊരു സംഭവമാണ് വീക്കായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ബേസിക്കലി പറയുകയാണെങ്കിൽ ലൂസേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് ഗേൾ ഫ്രണ്ടൊക്കെ കിട്ടുന്നത് ഈ നെറ്റ്ഫ്ലിക്സ് ഷോസിലും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളെ ഈ ജനറേഷനിൽ നോക്കുമ്പോൾ അധികം ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെ കയറും, പ്രത്യേകിച്ച് ഗോളോ അല്ലെങ്കിൽ ഒന്നും അച്ചീവ് ചെയ്യാത്ത ചെറുക്കന്മാരെ കയറും അധികം ഉള്ളത്. അപ്പോൾ ആ ആൾക്കാർക്കൊക്കെ എന്ത് ഡിസയർ ഉണ്ടാവുക? ഇങ്ങനെ ഓൽക്കൊന്നും റിലേഷൻഷിപ്പ് റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാണാനൊരു ഡിസയർ ഉണ്ടാവും. അങ്ങനെ കിട്ടുന്നത് ആ ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യും ഓലെ എന്തിലൂടെ? ആ മൂവീസിലൂടെ. അപ്പോൾ ആ ഒരു ഹുക്കാണ് അവിടെ ആരും ഉപയോഗിക്കുന്നത്? ആ മൂവീസുകൾ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഷോസുകൾ മുതലാക്കുന്നത്. അതായത് റിയൽ ലൈഫിൽ ശരിക്കും ഇങ്ങനെ ലൂസേഴ്സിന് അധികം എന്തുണ്ടാവില്ല, ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യും? അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് കിട്ടുന്നത് കാണിച്ചുകൊണ്ട് മൂവീസിലൂടെ ഇവരെ ആ ഡിസയർ, ഈ ആൺകുട്ടികളെ ആ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ആ മൂവീസിലേക്ക് ഇവരെ അഡിക്റ്റഡ് ആക്കുന്നു, എന്നിട്ട് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നടന്നാൽ കിട്ടുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് വോണ്ട്. ഗേൾസ് ഡോണ്ട് ഡേറ്റ് ലൂസേഴ്സ്. അതുപോലെ തന്നെ TV ഷോസിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന ഫെമിനിസ്റ്റുകളല്ല, ആണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു വരുന്ന രീതിയിലുള്ള ഫെമിനിസ്റ്റുകൾ. അതുപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഈ സംഭവങ്ങൾ കൂടി വരികയാണ്. ഫെമിനിസ്റ്റ് യൂട്യൂബേഴ്സൊക്കെ ഞങ്ങൾക്ക് റൈറ്റ്സ് വേണം, ഞങ്ങൾക്ക് അത് വേണം, യു ഗോ ഗേൾ എന്നൊക്കെ പറഞ്ഞാണ്ട്. അതുപോലെ തന്നെ നമ്മളെ പണ്ട് കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുമ്പ് ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും, ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ ലെവൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ലെവൽ, അതായത് ഇപ്പോൾ എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിലും ക്വാളിഫിക്കേഷനിലാണെങ്കിലും ജോബ് മാർക്കറ്റിലാണെങ്കിലും ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നത് എല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നത് ആണുങ്ങൾക്കായിരുന്നു. ബട്ട് ഡു യു നോ റൈറ്റ് നൗ എന്താണെന്നുള്ളത്? ഇപ്പോൾ ഈക്വാളിറ്റി അല്ല ഉള്ളത്, എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണ് എല്ലാം ഉള്ളത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്ത്രീകളാണ് കൂടി വരുന്നത്. അത് മൊത്തം ഡെവലപ്ഡ് നേഷൻസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, നമ്മളിവിടെ ഒരു 5 കൊല്ലം 10 കൊല്ലം ബാക്ക് കയറും, എന്നാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളാണ് കൂടി വരുന്നത്. വാട്ട് ഹാപ്പൻസ്? അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്?
ഈ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ ഗൈസിന് സ്പെസിഫിക്കലി പർപ്പസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിഷൻ അല്ലെങ്കിൽ നമ്മൾ യൂസ്ഫുൾ ആണ്, ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത്, നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ട് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ക്രൈംസുകൾ ചെയ്യാം, അല്ലെങ്കിൽ പല സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ലീഡിങ് റോൾ എടുക്കുമ്പോൾ അവർക്കിപ്പോൾ എന്തുണ്ട്, ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ആണിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, അവർക്ക് തീരുമാനിക്കുന്നത് മാരേജ് വേണോ വേണ്ടേ, ഒറ്റയ്ക്ക് ജീവിക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ആണുങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിസയറാണ് എന്ത്, ബാക്കിയുള്ളവരെ കെയർ ചെയ്യുക, നോക്കുക, അതുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരാവശ്യമില്ലാത്ത പോലെ തോന്നുകയാണ്, ഓലെ പർപ്പസിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മെൻ ആർ നോട്ട് നീഡഡ്, മെൻ ആർ അൺവേർത്തി, ഓലെ ആവശ്യമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഓൽക്ക് വരും, ഞങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ല എന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മെയിനായിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ അതേപോലെ ബോയ്സിൻ്റെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് ഗേൾസിനെക്കാട്ടും വുമനെക്കാട്ടും 3 times ഹയർ ആണ് ഇപ്പോൾ. ഓക്കെ, നൗ ഈ വീഡിയോ കാണുന്നത് ഒരു ഗൈ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 മെയിൻ പോയിന്റുകളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ബിക്കം എ പ്രൊവൈഡർ. സ്റ്റാർട്ട് ഏർലി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 16 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഈ ഒരു ഹാബിറ്റ് ശീലിക്കുക. ടു ബിക്കം എ ബെറ്റർ മാൻ, അതിനാണ് ഞാൻ ഈ 4 പോയിന്റുകൾ പറഞ്ഞിരുന്നത്. ഒരിക്കലും ഒരു ഫാമിലിൻ്റെ മൊത്തം ബേർഡൻ നിങ്ങൾ ഏറ്റെടുക്കണം, മൊത്തം ഒരു കുടുംബത്തിനെ മൊത്തം നിങ്ങൾ 20-23 വയസ്സാകുമ്പോൾ തന്നെ ഏറ്റെടുത്താണ്ട് എല്ലാ ചിലവുകളും നോക്കണം, അല്ലെങ്കിൽ 20-ആം വയസ്സിലൊക്കെ നിങ്ങൾ നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുക, ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്ന ഹാബിറ്റ്. അപ്പോൾ ആദ്യം എങ്ങനെ തുടങ്ങാം? സ്റ്റാർട്ട് ബൈ ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഓൺ എക്സ്പെൻസസ്. നമ്മൾ ജിമ്മിക്ക് പോകാനുള്ള, അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പ്രോട്ടീന് വേണ്ടി നമുക്ക് ചിലപ്പോൾ മുട്ട വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങേണ്ടി വരും, അതേപോലെ സപ്ലിമെൻറ്റ്സ്, നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പൈസ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് അത് പതുക്കെ നമ്മൾ ഓരോ ഏജ് ഇങ്ങനെ കഴിഞ്ഞൊരു 18, 20, ഒരു ഇന്ന ഏജ് എന്നൊന്നുമില്ല കേട്ടോ, പൈസ ഉണ്ടാക്കാൻ അങ്ങനെ ഏജ് ഒന്നുമില്ല. പക്ഷേ ഞാനൊരു കോമൺ ആവറേജ് രീതിയിൽ പറഞ്ഞുതരാം. ഒരു 20, 22 ആ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോൾ ചെറിയ രീതിയിൽ ഫാമിലീനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങാം. എങ്ങനെ? ഇപ്പോൾ എന്തെങ്കിലും എല്ലാ ചിലവുകളും ഫുഡും ഫുള്ള് എടുക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ, ഫംഗ്ഷന് എന്നല്ല, നല്ലൊരു ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫാമിലിനെ ട്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോന്ന് സിനിമക്ക് കൊണ്ടുപോകുക. ഇതൊക്കെ വൺസിനെ എപ്പോഴെങ്കിലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസുകൾ സംഭവങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങുക. പിന്നീട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മളെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ വീട്ടിൽ ഷവായ ഓടിച്ചു കൊടുത്തു. അതേപോലെ എപ്പോഴോ ഏതൊരു സമയത്ത് ഞാൻ സിനിമ കൊണ്ടുപോയി. അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു ഹാപ്പിനെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ മീറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ മൂന്നാമത്തത്, നമ്മൾ കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെ ആയതിൻ്റെ ശേഷം നമുക്ക് ജോലി ആയാലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആയാലും ഒക്കെ ഒരു കുറച്ചുകൂടി അത്യാവശ്യം നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ, വളർന്നു കഴിഞ്ഞാൽ ഒരു 25, 26 ആ ഒരു റേഞ്ച് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു കുടുംബത്തിൻ്റെ എക്സ്പെൻസ് പല കാര്യങ്ങൾ, പിന്നീട് ഫുള്ള് ആ ഒരു കുടുംബത്തിൻ്റെ എക്സ്പെൻസ് ഏറ്റെടുക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഫുഡും ക്ലോത്തും ബാക്കിയുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ളൊരു ആളായിട്ട് മാറുക. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഈസ് ബീയിങ് ഏബിൾ ടു പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കാര്യമായിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള സംഭവമല്ല, ഇറ്റ് ഈസ് നെസസറി. നിങ്ങളെ ആൾക്കാരുടെ അടുത്ത്, നിങ്ങളെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും ഒക്കെ യു ആർ ഫണ്ണി, യു ആർ ഫ്രണ്ട്ലി, യു ആർ കാം, എല്ലാ സംഭവങ്ങളും നിങ്ങളൊരു സാധാ പേഴ്സണാലിറ്റി. പക്ഷേ ഇഫ് സം വൺ ഹേർട്ട് ദം, ആരെങ്കിലും ഓരോ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് രീതിയിലായിക്കോട്ടെ, മെൻ്റലായിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ഹറാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യു ഷുഡ് ബി ഏബിൾ ടു റിയാക്ട്, സ്റ്റോപ്പ് ഓർ ഫൈറ്റ്. ബീങ് എ മാൻ ഇറ്റ് ഈസ് നെസസറി. അതായത് എങ്ങനെ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിക്കാണ്ട് സ്ട്രോങ് ആവുമായിക്കോട്ടെ, അതുപോലെ മാർഷ്യൽ ആർട്സ് പഠിക്കുകയായിക്കോട്ടെ, ഏത് രീതിയിലായെങ്കിലും യു ഷുഡ് ബി ഏബിൾ ടു സ്റ്റോപ്പ് ദം ഓർ റിയാക്ട് ഓർ ഫൈറ്റ് ബാക്ക്. അപ്പോൾ പല പാരൻസിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരും വിചാരമുണ്ട്, നമ്മൾ ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മൊയ്ത്തായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോക്സിങ്, MMA ആയിക്കോട്ടെ, ഇങ്ങനത്തെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഡേഞ്ചറസ് ആവും, മറ്റുള്ളവരൊക്കെ ആക്രമിക്കുന്ന രീതിയിലാവും എന്നൊക്കെയാണ്. പക്ഷേ ആക്ച്വലി നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. നിങ്ങൾ ഈ ക്രൈമുകൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, അധികം ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരാവില്ല. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരൊക്കെ കയറും. ഈ മാർഷ്യൽ ആർട്സും അതുപോലെ തന്നെ ജിമ്മും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക വെച്ചാൽ സെൽഫ് കൺട്രോളാണ് ഉണ്ടാവുക. കുട്ടികൾ പഠിക്കും,
എന്താണ് പെയിൻ, എന്താണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, എങ്ങനെയാണ് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെയാണ് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക, ഒരു ഫൈറ്റ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഓല് പഠിക്കും. അതുപോലെ തന്നെ ഓൾക്ക് കോൺഫിഡൻസും ഉണ്ടാവും. എന്ത്, വേറൊരാൾ വരുമ്പോൾ എനിക്ക് ഓനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ ഒരു ഫൈറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഓൾക്ക് ഉണ്ടാവും. ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നൊരു സംഭവമുണ്ട്, യു ഷുഡ് ബി ഡേഞ്ചറസ്, ദെൻ യു ഷുഡ് ലേൺ ഹൗ ടു കൺട്രോൾ ഇറ്റ്. ഇനി മൂന്നാമത്തെ സംഭവമാണ് ബിക്കം എഡ്യൂക്കേറ്റഡ്. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കഴിഞ്ഞാൽ ലേണിങ് സ്റ്റോപ്പായി, എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്തു, സ്കൂൾ കഴിഞ്ഞു, രക്ഷപ്പെട്ടു, ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് പോകാമെന്നാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇഫ് യു വാണ്ട് ബി എ ഗുഡ് മാൻ, എ ഗ്രേറ്റ് മാൻ, യു ഹാവ് ടു ലേൺ ലൈഫ് ലോങ്. നമ്മൾ കോൺഷ്യസ്ലി ലേൺ ചെയ്തിട്ടില്ലെങ്കിലും അൺകോൺഷ്യസ്ലി നമ്മൾ ലൈഫ് ടൈം എന്തായാലും ലേൺ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ ഓരോ എക്സ്പീരിയൻസൊന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ളവരെ വാച്ച് ചെയ്ത് കണ്ടും ഇപ്പോൾ ഈവൻ മൂവീസ് എന്നാണ് പോലും നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് കൂടെ യു ഹാവ് ടു കോൺഷ്യസ്ലി ലേൺ ഫ്രം ബുക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മളെ പഠന രീതി തന്നെ മാറിയിരിക്കണം. ഇപ്പോൾ അധികം യൂട്യൂബിൽ നിന്നൊക്കെയാണ് അധികം പഠിക്കണം. നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ഇവിടെ യൂട്യൂബിൽ. ഇറ്റ് ഡസൻ മാറ്റർ എവിടെ നിന്ന് ആയിക്കോട്ടെ, പക്ഷേ യു ഷുഡ് ബി ലേണിങ് ലൈഫ് ലോങ്. യു ഷുഡ് ലേൺ ഫോർ യുവർ സെൽഫ്. അത് ഭയങ്കര ഒരു വലിയൊരു ലെസണാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ജസ്റ്റ് അതൊന്ന് പാസ്സാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പാരൻസിനൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിലേക്ക് നേരം പഠിക്കുന്നുണ്ടാവുക. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളെ ജീവിതത്തിൽ ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോവുകയാണോ എങ്കിലും, അല്ലെങ്കിൽ നമ്മളെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ എവിടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ജെനുവിൻലി നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ പഠിക്കണം. അതിന് ഏറ്റവും വലിയ നല്ല വഴി എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് വഴി എന്ന് പറയുന്നത് ബുക്സ് തന്നെയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ, പല ആൾക്കാരും 10 വർഷം 5 വർഷം 10 വർഷമൊക്കെ എടുത്താണ്ട്, ഡെക്കേഡ്സ് ഒക്കെ എടുത്താണ്ട് പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ലൈഫിൻ്റെ ഫുള്ള് കഥകൾ, ഫുള്ള് സീക്രറ്റുകൾ പോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വെറും, ഇപ്പോൾ ഞാൻ പറയാം, ഒരു ബുക്ക് വായിക്കണമെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം എടുത്ത് വിചാരിച്ചോ, അത്രയും എസെൻസുകൾ വെറും 15 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ്. ബട്ട് നോബഡി ഡു ദാറ്റ്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡീൻ്റെ പോലെ തന്നെയാണ്. നമ്മളൊരു മസിൽ കുറേ കാലം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ എന്താ പറയുക, ആട്രോഫി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൻ്റെ പവർ പോവും. ആ ഒരു സംഭവം ചെയ്യാനുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നല്ല രീതിയിൽ ബോഡിയൊക്കെ ഉണ്ടാക്കി ജിമ്മിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ആ സംഭവം ചുരുങ്ങും. അവിടെ നമ്മളത് യൂസ് ചെയ്യണില്ലല്ലോ. അതുപോലെ തന്നെയാണ് ബ്രെയിനിൻ്റെ കേസും. ബ്രെയിൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പബിലിറ്റി എന്ത് ചെയ്യും, കുറയും. ഇനി നാലാമത്തത്, ദ ലാസ്റ്റ് വൺ ഈസ് കെയർ ഫോർ അതർ പീപ്പിൾ, കെയർ ഫോർ യുവർ ഫെലോ ബീയിങ്സ്. ഇത് ഞാൻ കുറച്ച് ഡീപ്പായി ചിന്തിച്ചൊരു സംഭവമാണ്. ഞാൻ ലാക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. കുറേ കാലം ഞാൻ ഭയങ്കര രീതിയിൽ സെൽഫിഷായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ സംഭവം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും, വീട്ടിൽ കുറവാണ്, പക്ഷെ പുറത്താണെന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്താണെങ്കിലൊക്കെ എനിക്ക് ഇപ്പോഴും റിഗ്രറ്റ് ഉള്ള ഒരു സംഭവമാണ്. ശരിയാണ്, നമ്മളതിനെ ആദ്യം രക്ഷപ്പെടുത്തേണ്ടത്. പക്ഷേ എനിക്കത് എപ്പോഴാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയർ ഫോർ അതർ പീപ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഫ്രണ്ട്സുകൾ ഹെൽപ്പ് ചെയ്തപ്പോഴാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. ഭയങ്കര റെയറായിട്ട് ആൾക്കാർ തിരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാനൊരു +2 എനിക്ക് കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ വളരെ എന്താ പറയുക, സ്മോൾ എമൗണ്ട് ഓഫ് ആൾക്കാർ, വിരലെണ്ണാവുന്ന രീതിയിൽ 1 2 3 ആൾക്കാർ, അത്രയും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് പോലും അത്ര ആൾക്കാർ മാത്രമാണ് അങ്ങനെ ചെയ്തത്. സോ അവരിൽ നിന്നാണ് ആ സംഭവം ഞാൻ ലേൺ ചെയ്തത്. ബാക്കിയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ബാക്കിയുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവരെ കെയർ ചെയ്യണം, തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ. എപ്പോഴും എനിക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ടേക്ക് ഗിവ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ എവിടേക്കും എത്തൂല. അതുപോലെ തന്നെ അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ട് കളയും ചെയ്യരുത്. ആൻഡ് ആൾസോ ഈ സംഭവങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡോണ്ട് ബി നീഡി. വേറൊരു, ഇപ്പോൾ എനിക്ക് +2 ഒരു സംഭവം ഓർമ്മ വന്നാണ്. +2 അതായത് ഇപ്പോൾ ബാത്റൂം പോകാൻ ഒരുത്തൻ എന്നെ വിളിച്ചാണ്, ഇൻ്റർവെല്ലിന് ബാത്റൂം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ എങ്ങോട്ടേലും പോകാൻ, സിനിമക്ക് പോകണമെങ്കിലും ഹോട്ടലിലേക്ക് പോകണമെങ്കിലും എവിടേക്ക് പോകണമെങ്കിലും വേറൊരാൾ നമ്മളെ കൂടെ വേണമെന്ന് അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു നീഡി ക്യാരക്ടറിസ്റ്റിക്കാണ്. ഒരുണ്ടെങ്കിൽ അവരൊപ്പം പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ എന്തായിരിക്കണം, ക്യാപ്പബിൾ ആയിരിക്കണം.
സെയിം ടൈം നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്, നമുക്ക് ബാക്കിയുള്ളവർ വേണം. എപ്പോഴും ഒരു ഒറ്റയ്ക്കൊക്കെ നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് യു ക്യാൻ ഡു എ ലോട്ട് ബൈ യുവർ സെൽഫ്, പക്ഷെ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നേടാൻ പറ്റും എപ്പോൾ നിങ്ങളെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, മറ്റാൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ. സോ അതാണ് മെയിൻ 4 കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു ആണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗൈനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ പർപ്പസാണ്, അവൻ്റെ മിഷനാണ്. എല്ലാത്തിനെയും കാട്ടും ഓലെ റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിൽ എന്തിനും കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഓലെ മിഷനാണ്, പർപ്പസാണ്. അങ്ങനെ ആയിരിക്കണം. അപ്പോഴേ ബാക്കിയുള്ളവർക്ക് നമ്മളൊരു വിശ്വാസവും നമ്മളൊരു ഇൻസ്പിറേഷനൊക്കെ ആയി കാണുള്ളൂ. അപ്പോൾ അതെന്താ ഞാൻ പറയാത്ത വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട സംഭവമാണ്. അത് ചേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മറക്കരുത്. ബിക്കം എ പ്രൊവൈഡർ, ബിക്കം എ പ്രൊട്ടക്റ്റർ, ബീങ് ഏബിൾ ടു പ്രൊട്ടക്റ്റ്, ബിക്കം എഡ്യൂക്കേറ്റഡ്, അതുപോലെ തന്നെ കെയർ ഫോർ അതർ പീപ്പിൾ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ടു ഹെൽപ്പ് യു ടു ഗോ ഫ്രം ബോയ് ടു മാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബോയ് സൈക്കോളജിയിൽ നിന്ന് ഒരു മാൻ സൈക്കോളജിയിലേക്ക് മാറ്റാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം എന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.